ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. നല്ല അടിപൊളി ബിരിയാണിയും ഫ്രൂട്ട് സലാഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കും എന്തോ സാധനം മേടിക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവരെ അങ്ങോട്ട് സാധനം മേടിക്കാൻ പോയപ്പം ഞാനും അച്ഛനും കൂടെ കാറിൽ ഇരുന്നെടുത്ത കുറച്ച് വീഡിയോസാണ് ഗൈസ് ഇതൊക്കെ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ വന്നു ഗൈസ്. അപ്പം നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. നിങ്ങളുടെ ഇവിടെ മഴയുണ്ടോ എന്നൊക്കെ പറയണേ. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ് ഗൈസ്. സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അച്ഛൻ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആക്ച്വലി നമ്മൾ അവിടെ പോയത് ഡ്രസ്സ് എടുക്കാനൊന്നുമല്ല, ഒരു സ്പ്രേ മേടിക്കാനാണ് ഗൈസ്. അങ്ങനെ അതെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ഞങ്ങളുമാണ് അവർ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മൈജിയിലേക്കാണ്. അവിടെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് പിന്നെയും പോവാണ്. ഇവിടുത്തെ ഇത്രയും വെള്ളം കയറി ഭയങ്കര മഴയായിരുന്നു ഗൈസ് ഇവിടെയൊക്കെ. അടുത്ത് നമ്മൾ പോയത് ലുലു ഫാൻസിലേക്കാണ്. അവിടെ കുറച്ചധികം സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പം അവിടെ നമ്മളുടെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെറുപറയായിട്ട് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ അടിച്ചിട്ട് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഗൈസ് ഞാവൽപ്പഴം കണ്ടത്. പിന്നെ അച്ഛൻ ആ മരത്തിൻ്റെ പൊക്കത്ത് കയറി ഞാവൽപ്പഴമൊക്കെ പറിച്ചു തന്നു. ആക്ച്വലി അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കയ്പ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അതിന് നല്ല മധുരമായിരുന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെയും പോയി. പിന്നെ പാല എത്തി ഗൈസ്. അവിടുന്ന് ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണ്. പിന്നെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പേട്ടയ്ക്ക് വന്നു. അവിടുന്ന് ചെരുപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങി നമ്മളിതേ പിന്നെയും പാലായ്ക്ക് പോവാണ്. അങ്ങനെ ഇതേ കൊട്ടാരമറ്റം എത്തി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടാറ്റാ.